നമ്മുടെയൊക്കെ മനസ്സ് വളരെ ഭാരം നിറഞ്ഞതാണ്. മനസ്സിന് ഇത്രയധികം ഭാരം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? മനസ്സിനെ വെയ്റ്റ്ലെസ് ആക്കാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമുക്ക് മനസ്സിലെ ഭാരങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുക? ശരി, മനസ്സിലെ ഫീലിങ്സ് അത്രയ്ക്ക് ഭാരമുള്ളതാണ്. നമ്മുടെ ഫീലിങ്സ് ഇത്രയ്ക്ക് കടുത്തതാവാനുള്ള കാരണം എന്താണ്? എന്തെന്നാൽ ഞാൻ എന്നോട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെന്നെ ചതിച്ചു, അവരെന്നെ പറ്റിച്ചു, അവരത് ചെയ്തു, അവരിത് ചെയ്തു. ഇങ്ങനെയുള്ള സംസാരങ്ങൾ അഥവാ എൻ്റെ ഓരോരോ ചിന്തകളും എൻ്റെ ഓരോ ഫീലിങ്സിനെയും കൂടുതൽ കൂടുതൽ ലോ ആക്കുകയാണ് ചെയ്യുന്നത്. ലോ. ഇനി നമുക്ക് മനസ്സിനെ ലൈറ്റ് ആക്കണം. ഈ ഹെവി ഫീലിങ്സിനെയൊക്കെ ഇല്ലാതാക്കണം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ലൈറ്റ് ആക്കാൻ കഴിയുക? പറയൂ, എങ്ങനെ ലൈറ്റ് ആക്കാൻ കഴിയും? നമ്മൾ അവനവനോട് സംസാരിക്കുന്ന രീതികളെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങണം. അവരുടെ പെരുമാറ്റങ്ങൾ കാരണം നമ്മുടെ മനസ്സ് ഹെവി ആവില്ല. അവർ ചേഞ്ച് ആയാൽ നമ്മുടെ മനസ്സ് ലൈറ്റ് ആവുകയുമില്ല. അവർ നമ്മുടെ മനസ്സിനെ ഹെവിയാക്കി. അതുകൊണ്ട് തന്നെ ലൈറ്റ് ആക്കേണ്ടതും അവർ തന്നെയാണ്. ഇതാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത്. അവർക്ക് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. അവർ ഒരിക്കലും മാറാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെന്നാൽ നമ്മൾ ജീവിതം മുഴുവനും ഹെവി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമോ? ജീവിതകാലം മുഴുവനും ഭാരിച്ച മനസ്സുകൊണ്ട് ജീവിച്ചാൽ എന്താണ് സംഭവിക്കുക? ജീവിതകാലം മുഴുവനും ലോ ഫ്രീക്വൻസിയിൽ ഇരിക്കേണ്ടി വന്നാൽ നമ്മുടെ സ്ഥിതി എന്താകും? കുഞ്ഞിലെ തന്നെ ജീവിതം ലോ ഫ്രീക്വൻസിയിൽ ആരംഭിക്കും. ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ രോഗികളാവുന്നത് എന്തുകൊണ്ടാണെന്ന് താങ്കൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ലിവർ ഫെയിലിയറാണ്, ഹാർട്ട് ഫെയിലിയറാണ്, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇതുണ്ടായത്? നമ്മുടെ കയ്യിൽ പാരമ്പര്യത്തിൻ്റെ കാരണങ്ങളും മെഡിക്കൽ റീസൺസും ധാരാളം ഉണ്ടാകും. എന്നാൽ ഇതിന് ഒരു സ്പിരിച്വൽ റീസൺ കൂടിയുണ്ട്. ആ ശരീരത്തിൽ, ആ കോസ്റ്റ്യൂമിൽ പ്രവേശിക്കുന്ന ആത്മാവ് അത്രയ്ക്ക് ലോ ഫ്രീക്വൻസിയിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഗർഭത്തിൽ ഇരിക്കുന്ന മാസങ്ങൾ, ആ മാസങ്ങൾ മുഴുവനും ആ ആത്മാവ് ആ ശരീരത്തിന് വേദനയാണ് നൽകിക്കൊണ്ടിരുന്നത്. വേദന, ദേഷ്യം, നിരാശ, ഇതൊക്കെയാണ് ശരീരത്തിന് നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ പ്രായമായ അവസ്ഥയിൽ ഈ ശരീരത്തിൽ അസുഖങ്ങൾ ക്രിയേറ്റ് ആവുന്നതുപോലെ ഇത്തരം അസുഖങ്ങൾ ചെറിയ പ്രായത്തിലും ഉണ്ടാവുന്നു. കാരണം ആ ആത്മാവ് ശരീരത്തിന് തുടർച്ചയായി നൽകുന്ന വൈബ്രേഷൻ അങ്ങനെയുള്ളതാണ്. ആ ലോ വൈബ്രേഷൻ ആത്മാവിന് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കഴിഞ്ഞ ജന്മത്തിൽ നിന്ന്. ഇത് എത്ര വേദനാജനകമാണ് അല്ലേ? കഴിഞ്ഞ ജന്മത്തിലെ ലോ വൈബ്രേഷൻ കാരണം ഇത്രയധികം വിഷമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വൈബ്രേഷൻ വരുന്ന വഴിയെ ഞാൻ അടച്ചില്ല. അതുമാത്രമാണ് ഇതിന് കാരണം. അത്രയ്ക്ക് ചെറിയൊരു കാര്യമാണിത്. വീടുകളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് ചെറുതായി കാണാനാവും. നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ മാത്രം നമുക്കവയെ ചെറുതാക്കാനാവും. ഇനി വളരെ വലിയ ഒരു കാര്യമാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും എന്നെ ഉപദ്രവിക്കില്ല എന്ന് സ്വയം പറയണം. നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാം, പക്ഷേ ഐ ആം നോട്ട് ഗോയിങ് ടു ഹാം മൈസെൽഫ്. യു ഡു വാട്ട് യു വാണ്ട്. താങ്കളോട് അഭിപ്രായങ്ങൾ പറയാനും റിക്വസ്റ്റ് ചെയ്യാനും ശരിയും തെറ്റും ചൂണ്ടിക്കാണിക്കാനും മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ. അതിനപ്പുറം ഞാൻ ഒരിക്കലും എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറല്ല. നിങ്ങൾ കാരണം എനിക്ക് ഒരു വിധത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ നോക്കിയിരുന്നു കൊണ്ട് സ്വന്തം എനർജി ഫീൽഡിനെ ഡിപ്ലീറ്റ് ചെയ്താൽ പിന്നെ ദിവസം മുഴുവൻ എത്രയെത്ര സംസ്കാരങ്ങളെ നോക്കിയിരിക്കേണ്ടി വരും.
അതും ഈ യുഗത്തിൽ. നമ്മളിപ്പോൾ ഏത് യുഗത്തിലാണ് ഉള്ളത്? വെറും കലിയുഗത്തിലല്ല, ഇതിപ്പോൾ ഘോര കലിയുഗമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഘോരമായ കലിയുഗത്തിൽ നിങ്ങൾക്ക് സത്യയുഗത്തിലെ സംസ്കാരങ്ങൾ കാണാനും കഴിയില്ല, ഒരിക്കലും കാണാനാവില്ല. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ പേരൻസോ കുട്ടികളോ അങ്ങനെ ആരാണെങ്കിലും അവരിൽ സത്യയുഗത്തിലെ സംസ്കാരങ്ങൾ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് എൻ്റെ സ്വന്തം മകൻ, എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യുന്നുവോ എന്ന് നമ്മൾ പറയുന്നത്. അത് എൻ്റെ കുട്ടിയല്ല, ഈ ഘോര കലിയുഗത്തിലെ ഒരാത്മാവ് മാത്രമാണത്. ഈ യുഗത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ സഹനപ്രതി മാത്രമാണ് വേണ്ടത്. സ്വയം ചാർജ് ചെയ്യാനായി അവർ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരുടെ ബാറ്ററി സദാ ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ആ ഡിസ്ചാർജ്ഡ് ബാറ്ററി എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുക? ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാറ്ററി ഏത് വിധത്തിലായിരിക്കും നിങ്ങളോട് പെരുമാറുക? അവരുടെ അത്തരം പെരുമാറ്റങ്ങൾ കൊണ്ട് ഞാൻ അവയെ എൻ്റെ മനസ്സിൽ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? എൻ്റെ കുട്ടി എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് വിചാരിച്ചാൽ എൻ്റെ ബാറ്ററിയും ഡിസ്ചാർജ് ആവുക തന്നെ ചെയ്യും. അവർക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാനും കഴിഞ്ഞില്ല. ഞാൻ അവർക്കൊപ്പം ഡൗൺ ആവുകയും ചെയ്തു. മാത്രമല്ല, നമ്മൾ എല്ലാവരും ചേർന്ന് വീട്ടിലെ അന്തരീക്ഷത്തിലും ഓഫീസിൻ്റെ അന്തരീക്ഷത്തിലും ആ വൈബ്രേഷൻസ് റേഡിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കളക്റ്റീവായി എല്ലാവരും ഒത്തുചേർന്ന് നമ്മൾ ഈ ഘോരമായ കലിയുഗത്തെ കൂടുതൽ കൂടുതൽ താഴേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ സൃഷ്ടിയുടെ വൈബ്രേഷൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വൈബ്രേഷൻ ലോ ആകുന്നുണ്ടോ? ബുദ്ധിപരമായി നമ്മൾ ഉയർന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വൈബ്രേഷനെ നോക്കുകയാണെങ്കിൽ നമ്മൾ താഴേക്കാണ് പോകുന്നത്. ഈ ലോകത്തിൻ്റെ വൈബ്രേഷൻ ഡൗൺ ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി ഡൗൺ ആവുന്നത് കൊണ്ടാണ് ഈ സൃഷ്ടിയുടെ വൈബ്രേഷനും ഡൗൺ ആവുന്നത്. ഇപ്പോൾ ഈ ഹാളിൻ്റെ എനർജി ഫീൽഡ് എങ്ങനെയുള്ളതാണ്? ഈ ഹാളിൽ ഇപ്പോൾ 1200 മനസ്സുകളാണ് ഉള്ളത്. 1200 മനസ്സുകൾ. ഈ 1200 മനസ്സുകളെയും ഇങ്ങനെ ഒന്നിച്ച് ചേർക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഹാളിൻ്റെ എനർജി. ഈ ഹാളിൻ്റെ എനർജി ഉണ്ടാക്കുന്നതിനായി നമ്മൾ എന്തെങ്കിലും സംഭാവനകൾ നൽകിയിട്ടുണ്ടോ? ഈ ഹാളിലെ എനർജിക്കായി നമ്മൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ശാസ്ത്രീയമായി ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ഈ ഹാളിൻ്റെ എനർജിക്കായി പലതും നൽകുന്നുണ്ട്. ഒപ്പം ഈ ഹാളിലെ എനർജി അബ്സോർബ് ചെയ്യുന്നുമുണ്ട്. 2 മണിക്കൂർ നമ്മൾ ഈ ഹാളിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഹാളിൻ്റെ എനർജി നിർമ്മിക്കുന്നുമുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഹാളിൻ്റെ എനർജി നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാക്കുന്നുമുണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളിലെ വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയി അവിടുത്തെ ശാന്തി അനുഭവം ചെയ്യുന്നുമുണ്ട്. നമ്മൾ നമ്മുടെ വീടിൻ്റെ വൈബ്രേഷൻ ഉണ്ടാക്കുന്നു, നമ്മുടെ ഓഫീസിൻ്റെ വൈബ്രേഷൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമുക്ക് തന്നെ അവയ്ക്കുള്ളിൽ ദിവസം മുഴുവനും ഇരിക്കേണ്ടി വരികയും ചെയ്യുന്നു. നമുക്ക് ചുറ്റുമുള്ള വായുവിനെ നമ്മൾ തന്നെയാണ് മലിനമാക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ വായുവിനെ തന്നെ ദിവസം മുഴുവനും ശ്വസിക്കുകയും ചെയ്യുന്നു. ശരിയല്ലേ? നമ്മൾ അതല്ലേ ശ്വസിക്കുന്നത്? ഇനി മറ്റാരെങ്കിലുമൊക്കെ ചേർന്ന് ഈ മലിനമായ വായുവിനെ ശുദ്ധമാക്കാനായി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മളിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഒരു ശരിയായ ചുവടിനു പോലും ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും.